നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കുന്നംകുളത്ത് അപകടം പറ്റിയെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ എത്തിച്ച യുവാവിന്റെ മരണം കൊലപാതകം. സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറുവത്താനി സ്വദേശി 26 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. പ്രതികൾ വിഷ്ണുവിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. തീരദേശത്ത് വൻ കഞ്ചാവ് വേട്ട. വാടാനപ്പള്ളി ചിലങ്ക സെന്ററിൽ നിന്നും 12,500 കിലോഗ്രാം കഞ്ചാവുമായി യുവാവിനെ വാടാനപ്പള്ളി പോലീസ് പിടികൂടി. മഹാരാഷ്ട്ര ഔറംഗാബാദ് സ്വദേശി സയ്യിദ് ഇർഫാനാണ് അറസ്റ്റിലായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ജോസ് വെള്ളൂർ. UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതായി MP വിൻസെന്റും അറിയിച്ചു. അതിനിടെ തൃശൂരിലെ കോൺഗ്രസ് തോൽവിയിൽ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്ത്. കടുത്ത നടപടിയുമായി സിറോ മലബാർ സഭ. ഉത്തരവ് പാലിക്കാത്ത വൈദികർക്ക് പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും വിലക്കേർപ്പെടുത്തും. ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് സർക്കുലർ ഇറക്കിയത്. ഫംഗസ് ബാധ വില്ലനായെത്തിയതോടെ കപ്പ കർഷകർ ദുരിതത്തിൽ. മേലൂർ പഞ്ചായത്തിലാണ് കപ്പ കർഷകരുടെ നടുവടിച്ച് ഫംഗസ് ബാധ വ്യാപകമായിരിക്കുന്നത്. പൂലാനി കൊളക്കാട്ടി വീട്ടിൽ ശിവരാജന്റെ ഏക്കർ കണക്കിന് സ്ഥലത്തെ കപ്പകളിലാണ് ഫംഗസ് ബാധ വ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ മികച്ച 1ാമത്തെ ഡോക്യുമെന്ററിക്കുള്ള അവാർഡ് പാരമ്പര്യത്തിലൂന്നിയുള്ള വിസ്മയത്തിന്റെ സംവിധായകൻ സുബിൻ കണ്ണദാസ് ഏറ്റുവാങ്ങി. തഴപ്പായ നെയ്ത്ത് മേഖലയെ ആസ്പദമാക്കിയാണ് ഡോക്യുമെന്ററി നിർമ്മിച്ചിട്ടുള്ളത്. ചുമർ ചിത്രകാരൻ ഡോക്ടർ സാജു തുരുത്തിലിനെ പറ്റി ജയേഷ് ബർസാത്തി തയ്യാറാക്കിയ ഡോക്യുമെന്ററി വരയടയാളങ്ങൾ പറവൂർ കൈരളി തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു. കാലടി സംസ്കൃത സർവകലാശാലയിലെ ചുവർചിത്രകലാ വിഭാഗം മേധാവിയാണ് ഡോക്ടർ സാജു തുരുത്തിൽ. വരയടയാളങ്ങളുടെ പ്രദർശനോദ്ഘാടനം പ്രൊഫസർ MK സാനു നിർവഹിച്ചു. മോതിരക്കണ്ണിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ കനത്ത നാശം വിധിക്കുന്നു. 4 ദിവസമായി നിരന്തരമായ കാട്ടാന ശല്യമുണ്ടായിട്ടും വനപാലകർ യാതൊരു നടപടിയും എടുത്തില്ല. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യുജീൻ മോറേലി ആവശ്യപ്പെട്ടു. 3ാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂരിൽ BJP നേതാവ് AR ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മാളയിലും കൊടകരയിലും ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. ഓൺലൈൻ മേഖലയെ ആവശ്യ സർവീസായി അംഗീകരിക്കണമെന്ന് ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൺവെൻഷൻ അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.